28 ദിവസത്തെ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് സമാപനമായി. അതിരാവിലെ തന്നെ തൃക്കലശാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. കലശമണ്ഡപത്തിൽ പൂജിച്ച പരികലശങ്ങൾ രാവിലെ തന്നെ തന്ത്രിമാരുടെ നേതൃത്വത്തിൽ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തിരുന്നു. പരികലശാട്ടങ്ങൾ കഴിഞ്ഞതോടെ മച്ചൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തറവിളക്കുകളും മറ്റും ഇറക്കിവെച്ചു. ദീപങ്ങൾ അണയ്ക്കുന്നതിന് മുൻപ് ഇവയിലെ അഗ്നി തേങ്ങാമുറികളിലേക്ക് മാറ്റണം. കലശാട്ടിന്റെ മറ്റ് ചടങ്ങുകളിൽ തേങ്ങാമുറി ദീപങ്ങളാണ് സാക്ഷി. മച്ചൻ വിളക്കുകൾ ഇറക്കിക്കഴിഞ്ഞതോടെ മനുഷ്യങ്ങൾ ശ്രീകോവിൽ പൊളിക്കാൻ തുടങ്ങി. തുടർന്ന് ഹരിഗോവിന്ദ വിളികളോടെ മുളന്തണ്ടുകളും ഞെട്ടിപ്പനയോലകളും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ശ്രീകോവിൽ തൂണോടെ പിഴുത് തിരുവഞ്ചിറയിൽ തള്ളി. ശ്രീകോവിൽ പൊളിച്ചു മാറ്റിക്കഴിഞ്ഞതോടെ ജന്മസമുദായത്തിന്റെ നേതൃത്വത്തിൽ കലശമണ്ഡപത്തിൽ അടിയന്തര യോഗം ചേർന്ന് തന്ത്രിമാരുടെ നേതൃത്വത്തിൽ ബ്രഹ്മകലശങ്ങൾ മണിത്തറയിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് ഹരിഗോവിന്ദ വിളികളിൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ബ്രഹ്മകലശങ്ങൾ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തു. കലശാട്ടും തുടർന്നുള്ള കളഭ വിതരണവും കഴിഞ്ഞതോടെ മണിത്തറയിൽ ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ പൂർണ്ണ പുഷ്പാഞ്ജലി അർപ്പിച്ചു. മണിത്തറയിലെ ചടങ്ങുകൾ പൂർത്തിയായതോടെ കുടിപതികളുടെ തണ്ടിന്മേലൂണ് നടന്നു. അബ്രാഹ്മണരായ കുടിപതികൾ തിടപ്പള്ളിയിൽ വെച്ച് പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കുന്നതാണ് തണ്ടിന്മേലൂണ്. തുടർന്ന് നെയ്യാട്ട ദിവസം വയനാട്ടിലെ മുതിരേരിയിൽ നിന്നും കൊണ്ടുവന്ന വാൾ മുതിരേരി കാവിലേക്ക് മടങ്ങിപ്പോയി. മുതിരേരി വാൾ മടങ്ങിയതിനോടൊപ്പം ഭക്തജനങ്ങളും സന്നിധാനത്തു നിന്നും മടങ്ങി. കുടിപതികൾ പ്രത്യേകം തയ്യാറാക്കുന്ന തൃച്ചന്ദനപ്പൊടി പടിഞ്ഞിറ്റ് നമ്പൂതിരി അമ്മാറക്കല്ലിൽ ദേവിയുടെ തിടമ്പിൽ അഭിഷേകം ചെയ്തു. തുടർന്ന് ഭണ്ഡാരങ്ങളും ദേവീദേവന്മാരുടെ തിടമ്പുകളും മണത്തണ ചപ്പാരം ഭഗവതിയുടെ വാളുകളും ഇക്കരെ ക്ഷേത്രത്തിലേക്ക് മടങ്ങി. 28 ദിവസം നീണ്ടുനിന്ന വൈശാഖ മഹോത്സവത്തിന് പരിസമാപ്തിയായി.